വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ആറിപ്പോയി വിശ്വാസത്തെ ചൂടുപിടിപ്പിക്കുക എന്നതാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഒന്ന് ഊതി കത്തിക്കുവാൻ, ഒന്ന് ചൂടുപിടിപ്പിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തുസൂക്ഷിക്കേണ്ട അനർഹമായ നിധിയാണ് വിശ്വാസം എന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല എന്ന്. അതെ, ഉറകെട്ടുപോയ ഉപ്പായി നമ്മുടെ വിശ്വാസം ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ, വിശ്വാസത്തിൻ്റെ വിളി അത്രമാത്രം നമ്മിൽ നിന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, വിളിയിൽ വളർന്നു വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ഉറ കൂട്ടുവാൻ തമ്പുരാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 16-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം നാം ഇങ്ങനെ കാണുന്നു: പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കുറിച്ച് അവൻ കുറ്റപ്പെടുത്തി. ഉത്ഥിതനായ ഈശോ ശിഷ്യരെ ശാസിക്കുന്നത് വിശ്വാസരാഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഉത്ഥിതൻ ഒരു കാര്യത്തിലാണ് ശിഷ്യരെ ശാസിക്കുക: വിശ്വാസം എവിടെ കുറഞ്ഞു പോകുന്നു അവിടെ മാത്രം. ഹൃദയം കഠിനമാകുമ്പോഴാണ് വിശ്വാസം കുറയുക. അവിടെ യേശു പറയുകയാണ് വിശ്വാസരാഹിത്യവും ഹൃദയ കാഠിന്യവുമെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം നാം ഇങ്ങനെ കാണുന്നുണ്ട്: അപ്പോഴും ഫറവോ ഹൃദയം കഠിനമാക്കിയെന്ന്. പഴയ നിയമ ഗ്രന്ഥത്തിൽ നാം പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നു, തമ്പുരാൻ മോശ വഴി അനേകം അത്ഭുതങ്ങൾ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ വേണ്ടി ഫറവോയുടെ മുമ്പിൽ ചെയ്തു കൂട്ടുമ്പോൾ, ഓരോ അത്ഭുതത്തിന് ശേഷവും വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുകയാണ് ഫറവോയുടെ ഹൃദയം കൂടുതൽ കഠിനമായി എന്ന്. ഹൃദയ കാഠിന്യത്തും കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഫറവോയെ നാം കാണുമ്പോൾ, ഫറവോയുടെ രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസം കടന്നു വരുന്നില്ല എന്ന് നാം ഇവിടെ തിരിച്ചറിയുന്നു. പുതിയ നിയമത്തിൽ ഫരിസേയരാണ് ഹൃദയകാഠിന്യത്തിൻ്റെ ആൾക്കാരായി നാം കാണപ്പെടുക. അവർക്കും ഈശോയിൽ വിശ്വസിക്കുവാൻ ആയില്ല. നിന്റെ ഹൃദയത്തെ നീ കഠിനമാക്കാതിരുന്നാൽ, അതിനെ മൃദുലമാക്കി നീ വെച്ചാൽ നിന്റെ വിശ്വാസം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്: ചീഞ്ഞണിഞ്ഞു പോയ ലാസറിൻ്റെ കുഴിമാടത്തിങ്കൽ പോയി നിന്നിട്ട് തമ്പുരാൻ ആ കല്ലെടുത്തു മാറ്റൂ എന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ മർത്ത പറയുന്നു, കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുമെന്ന്. കുഴിമാടത്തിൻ്റെ ഉള്ളിൽ ലാസറില്ല, പകരം പുഴുക്കളും ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന കുറേ അശുദ്ധിയുടെ നിറവുകളുമാണ് നാം ഇവിടെ കാണുക. അപ്പോൾ തമ്പുരാൻ തിരിഞ്ഞ് മർത്തായോട് പറയുകയാണ് 11:40, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ മേൽ തമ്പുരാൻ വലിയൊരു അത്ഭുതം ചെയ്യുന്നത് നാം അവിടെ കാണുന്നുണ്ട്. എങ്കിൽ ഒരു കാര്യം നാം ഇന്ന് തിരിച്ചറിയണം: വിശ്വാസം എന്നത് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി എന്നതിലുപരി, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി നാം ദൈവത്തെ അനുവദിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് എൻ്റെ വിശ്വാസം. അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം ദൈവത്തെ വിശ്വസിക്കുന്നതെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ആഴപ്പെടണമെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹായുടെ വലിയൊരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: നിങ്ങളുടെ ബലിയുടെയും വിശ്വാസത്തിനുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെയും ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യുന്നുവെന്ന്. വിശ്വാസത്തിന് വേണ്ടി ജീവിതം നൈവേദ്യമാക്കി മാറ്റുന്ന, വിശ്വാസത്തിന് വേണ്ടി ജീവൻ ചൊരിയുന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ തീക്ഷ്ണതയേറിയ വാക്കുകളാണ് നാം ഇവിടെ കാണുക. ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ എങ്കിൽ
എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് പ്രതികൂലമായി കടന്നു വരുന്ന വലിയ സഹനവേളകളിൽ സഹിക്കാനുള്ള കൃപ വിശ്വാസം എൻ്റെ ജീവിതത്തിലേക്ക് വെച്ച് തരും. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചുവെന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനം 11:8 എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ദൈവത്തെ അനുസരിക്കും. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം മുഴുവൻ നാം കാണുകയാണ് വിശ്വാസം എന്താണ് എന്ന്. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസം എന്ന് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പ്, കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യം. കാണാൻ സാധിക്കാത്ത ഒന്നിനെ ഞാൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഒന്നിനെ ഞാൻ കാണാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ധകാരത്തിലൊരു എടുത്തുചാട്ടമാണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ ശിഷ്യരുടെ അടുത്ത് നിന്ന് അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറ്റപ്പെടുത്തിയപ്പോൾ അവരിലൊരു വലിയ പരിവർത്തനം നടക്കുകയാണ്. വിശ്വാസരാഹിത്യത്തിൽ നിന്ന് അവർ വിശ്വാസത്തിലേക്ക് വളരുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. ഈശോ ശാസിക്കുന്നത് ഒരു കാര്യത്തിലാണ് എങ്കിൽ ഇന്ന് തമ്പുരാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ എന്നെ ശാസിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2 വലിയ വരദാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ സമ്പാദ്യമായ വിശ്വാസം എന്ന നിധി, അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കാൻ അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന്. വിശ്വാസം ഞാൻ ആർജിച്ചെടുക്കണമെങ്കിൽ 4 തരത്തിലുള്ള വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. 1, എൻ്റെ വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിക്കുവാൻ എൻ്റെ ജീവിതത്തിലെ 1-ാമത്തെ അനുഭവം എന്ന് പറയുക, കർത്താവ് എനിക്ക് നല്ലവനാണ് എന്നൊരു അനുഭവം എനിക്കുണ്ടാവണം. സങ്കീർത്തന പുസ്തകം 34-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നു, കർത്താവ് എത്രയോ നല്ലവനാണ് നിങ്ങൾ രുചിച്ചറിയുവൻ എന്ന്. എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ് എന്ന് ഞാൻ അനുഭവിച്ചറിയാൻ തയ്യാറാകുമ്പോഴാണ്, എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലവനാണെന്ന് തോന്നുമ്പോഴാണ് എനിക്ക് വിശ്വാസത്തിൽ അത് വളരുവാനും അതിനെ മുറുകെ പിടിക്കാനും സാധിക്കുക. 2-ാമത്തെ കാര്യം, ഞാൻ പ്രാർത്ഥനയെ വിമർശിക്കാതിരിക്കണം. നമുക്ക് അനുകൂലമല്ലാത്തത്, നമ്മുടെ മനസ്സിന് താല്പര്യമല്ലാത്തതുമായ പല കാര്യങ്ങളും നാം കണ്ടുമുട്ടുമ്പോൾ നാം അതിനെ വിമർശിച്ചു തുടങ്ങും. ആദ്യം മുതൽ അവസാനം വരെ അതിനെ കണ്ണടച്ച് സ്വീകരിക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ നാം വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്നത് സത്യമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വചനത്തിൽ തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നീ നടത്തേണ്ടത് നിൻ്റെ പ്രാർത്ഥന വഴിയായിട്ടാണ്. അന്വേഷിക്കും നിങ്ങൾക്ക് കണ്ടെത്തുമെന്ന് ഈശോ പറയുകയാ. അന്വേഷിക്കേണ്ടത് നിൻ്റെ പ്രാർത്ഥന വഴിയായിട്ടാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയെ നീ വിമർശിച്ചാൽ ഈ വിശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോവുകയാ, കുറഞ്ഞു പോവുകയാ. 3-ാമത്തെ കാര്യം നീ തിരിച്ചറിയണം, ദൈവം എല്ലാത്തിനെയും അതിജീവിച്ചവനാണ്. നിനക്ക് മുകളിൽ നിൽക്കുന്നവനാണ് ദൈവം. തമ്പുരാൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 33-ാമത്തെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, പിതാവ് എന്നോട് കൂടെയുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവാൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്. എൻ്റെ ജീവിതത്തെ വിശ്വാസത്തോടെ നേരിട്ടുകൊണ്ട് വിശ്വാസത്തോടു കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരുമ്പോൾ ഈ ഒരു വലിയ സത്യം ഞാൻ തിരിച്ചറിയണം, ഈശോ ഇതിനെ അതിജീവിച്ചു കഴിഞ്ഞുവെങ്കിൽ അവൻ്റെ സഹായത്തോടെ എനിക്കിതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന്. 4-ാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തെ യേശുവിൻ്റെ വചനത്തിൽ ഞാൻ മുക്കി വയ്ക്കണം, അവൻ്റെ വചനത്തെ ഞാൻ മുറുകെ പിടിക്കണമെന്നതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:16 തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവനെന്ന്. തമ്പുരാൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളുടെ മേൽ നീ ഒരിക്കലും തളർന്നു വീഴില്ല. ഒരു മുൾച്ചെടികളും ഒരു ആയുധങ്ങളും നിന്നെ തകർത്ത് കളയുകയില്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം, ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവനെന്ന്. എൻ്റെ ജീവിതത്തെ തമ്പുരാൻ അനുഗ്രഹിക്കാനായി, അഭിഷേകം ചെയ്യാനായിട്ട്
എന്നെ ശക്തിപ്പെടുത്താനായി ഈ ജീവിത വഴികളിൽ എന്നെ കൊണ്ടു നടക്കുവാനായി എനിക്ക് തന്നിരിക്കുന്ന പരിചയമാണ് വിശ്വാസമെന്നതെന്ന് പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് അത് നാം പ്രാർത്ഥിച്ച് കണ്ടെത്തേണ്ടതാ, അത് നാം ആർജിച്ചെടുക്കേണ്ടതാ. അവൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്കത് ലഭിക്കുക. കരിന്തിരി കത്തുന്ന എൻ്റെ വിശ്വാസത്തെ ഒന്ന് ഊതി കത്തിക്കണമെങ്കിൽ, ഒന്ന് ശക്തമായി ആളി കത്തണമെങ്കിൽ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കണം. വിശുദ്ധ ജോൺ പോൾ II ഇങ്ങനെയാണ് പറയുക വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ: മാമോദിസ സ്വീകരിച്ചു എന്നതുകൊണ്ട് ഞാൻ വിശ്വാസിയായി മാറുന്നില്ല, ഞാൻ ക്രിസ്ത്യാനിയായി മാറുന്നില്ല. മറിച്ച് എൻ്റെ വിശ്വാസത്തിൻ്റെ കുഞ്ഞു തിരുനാളത്തെ ഞാൻ കൂടുതൽ ആളി കത്തിക്കുമ്പോൾ, അവൻ്റെ സ്റ്റാരെ പോയി ഇരിക്കുമ്പോൾ എൻ്റെ വിശ്വാസം വളരും. വിശുദ്ധ ജോൺ മരിയ വിയാനി ഇങ്ങനെ പറയാറുണ്ട്: നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാ, എന്തിനാ നീ ദേവാലയത്തിലേക്ക് പോകുന്നത്, എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോൾ നീ പറയണം, എൻ്റെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ദേവാലയത്തിലേക്ക് പോവുക എന്ന്. ആരെങ്കിലും തിരുസക്രാരിയെ ചൂണ്ടിക്കൊണ്ട് എന്താണ് ആ സ്വർണ്ണ സക്രാരി എന്ന് ചോദിച്ചാൽ, ആ സ്വർണ്ണ പേടകം എന്ന് ചോദിച്ചാൽ, നീ പറയണം, എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം സൂക്ഷിക്കുന്ന പേടകമാണ് അത് എന്ന്. ആരാണ് അതിൻ്റെ താക്കോൽക്കാരനെന്ന് ചോദിച്ചാൽ നീ പറയണം, വൈദികനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിനെതിരെ അനേകം ചോദ്യങ്ങളാണ് നമ്മുടെ ഇടയിൽ കണ്ടുമുട്ടുക. പല വ്യക്തികളും ചോദിക്കുകയാ, ദൈവമുണ്ടോ എന്ന്, ദൈവത്തിൽ വിശ്വസിക്കണമോ എന്ന്, എനിക്ക് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ദേവാലയത്തിൽ പോകുന്ന വ്യക്തികളുമുണ്ട്. ഒരു വ്യക്തി, ഒരു കുഞ്ഞ് എന്നോട് പങ്കുവെക്കുകയാ, സിസ്റ്ററെ, എല്ലാ ദിവസവും ഞാൻ രാവിലെ മോർണിംഗ് പ്രയറിന് വരുന്നത് കൊണ്ട് എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ പറയുന്നു എനിക്ക് മാനസികമായ രോഗമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, മറ്റുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, അവൻ്റെ വിശ്വാസത്തെ ഒന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ അവരെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ, അവൻ്റെ വിശ്വാസത്തെ ഞാൻ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ വിശ്വാസം വളർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ അവരുടെ മുമ്പിൽ തമ്പുരാനെ ഏറ്റുപറയണം. മത്തായി 10:32 പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന്. തമ്പുരാനെ ഏറ്റുപറയുന്ന ഒരു വലിയ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നപ്പോൾ വലിയ കടബാധ്യതയും കാലിൽ ഉണങ്ങാത്ത മുറിവുമായി അവൻ കടന്നു വന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ ഒരു പേര് വെളിപ്പെടുത്തുകയാ, ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിന്നെ സഹായിക്കാനായിട്ട് കടന്നു വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്ന വ്യക്തി തൻ്റെ കുടുംബത്തിലോ തൻ്റെ സൗഹൃദ വലയത്തിലോ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവനത് വിശ്വസിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഓടുകയാ. പോയി ഒരാഴ്ചത്തെ ധ്യാനം കൂടിയിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാ, ജോസഫിനെ കണ്ടുമുട്ടിയെന്ന്. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു കടയിൽ ചെന്നപ്പോൾ ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടു. തൻ്റെ വേദനകളും സങ്കടങ്ങളുമൊക്കെ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറയുകയാ, ഞാനാണ് ജോസഫ്, ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ പേരാണ് ജോസഫ് എന്ന്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ വിശ്വസിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കൈകളിൽ മുറുകെ പിടിക്കുന്നോ, അവൻ്റെ ചാരെ അണയുന്നോ, അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു തമ്പുരാനെ നിനക്ക് കാണണമെങ്കിൽ, നിൻ്റെ കൂടെ ചേർത്ത് പിടിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ച് അവൻ്റെ കൂടെ ആയിരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവൻ്റെ അത്ഭുതങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കുക. യുവജനങ്ങളുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ഒത്തിരി മക്കളും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്. എന്തിനു പ്രാർത്ഥിക്കണം, എന്തിനു പള്ളിയിൽ പോകണം? ഒരു കുഞ്ഞ് പറയുകയാ, എൻ്റെ ചേട്ടൻ പെട്ടെന്ന് മരിച്ചു, എൻ്റെ അപ്പൻ പെട്ടെന്ന് മരിച്ചു. ഇങ്ങനെ എൻ്റെ അപ്പനെയും ചേട്ടനെയും തിരികെ എടുക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കണോ എന്ന്. തമ്പുരാൻ ജീവിതത്തിൽ അനുവദിക്കുന്ന സഹനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കരം ദർശിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ വിശ്വാസ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നും അവൻ മദ്യത്തിന് അടിമയായി കഴിയുകയാ. കുടുംബത്തിൽ ഒരിക്കൽ പോലും മുന്നോട്ട് ഒരു ഉയർച്ച കാണാൻ അവന് പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതം ഉയർപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, കുറച്ചുകൂടി ഉയരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, കുറച്ചുകൂടി ദൈവസ്നേഹത്തിൽ വളരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ഹൃദയത്തിലൊരു കനലുണ്ടാവണം. അത് വിശ്വാസമാണ്. മറ്റ് ആര് പറയുമ്പോഴും ചവിട്ട് നിൽക്കാൻ ഒരു തുള്ളി മണ്ണ് പോലും നിനക്കില്ല, ആ മണ്ണ് ഊർന്നു പോകുന്നു നിനക്ക് തോന്നുമ്പോഴും നീ വിശ്വാസത്തോടെ അവൻ്റെ പക്കലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രകടനമെന്ന് പറയുക.
മോശയെ തമ്പുരാൻ വിളിച്ചിട്ട് മോശയോട് തമ്പുരാൻ പറഞ്ഞു ഈജിപ്തിലേക്ക് പോകണമെന്ന്. ഈജിപ്തിലെ വലിയ സുഖ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളൊക്കെ ഇട്ടുപേക്ഷിച്ച് തൻ്റെ ഉപേക്ഷിക്കപ്പെട്ട തന്നെ വേണ്ടെന്ന് പറഞ്ഞ ജനത്തിൻ്റെ അടുക്കൽ നിന്ന് ഓടി വരുന്ന ഒരു മോശയോട് തമ്പുരാൻ വീണ്ടും പറയുകയാ ഈജിപ്തിലേക്ക് പോകണമെന്ന്. തമ്പുരാൻ്റെ വലിയ സ്വരം തിരിച്ചറിഞ്ഞ മോശ അവിടേക്ക് ഓടിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വലിയ പ്രതിസന്ധികൾ കടന്നു വരും. എന്നും വിശുദ്ധ കുർബാന അർപ്പിച്ച് എന്നും ജപമാല അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുമ്പോഴും വലിയ പ്രതിസന്ധികൾ എന്നെ വേട്ടയാടുന്നത് കാണുമ്പോൾ ഞാൻ തകർന്നു പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. ഇല്ല, ഇതെൻ്റെ വിശ്വാസത്തെ കത്തിപ്പെടുത്താനുള്ള സമയമാണ് തിരിച്ചറിഞ്ഞ് അവൻ്റെ പക്കലേക്ക് ഓടിപ്പോകാൻ നാം തയ്യാറാകണം. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായി നാം മാറുക. പ്രിയപ്പെട്ടവരെ, നാം ആദ്യം പറഞ്ഞതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 16:14 ഈശോ ശിഷ്യരെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിയെങ്കിൽ ആ തമ്പുരാൻ തന്നെയാണ് ശിഷ്യരെ വിശ്വാസത്തിലേക്ക് വളർത്തിയതും അവന് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തക്ക വിശ്വാസത്തിലേക്ക് അവർ വളർന്നു വരുന്ന ഓരോ ശിഷ്യരുടെയും ജീവചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിനക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി ഇവിടെ നിന്ന് കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. എൻ്റെ വിശ്വാസം എത്ര ചെറുതാണ് എങ്കിലും തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്, അത് ഉറപ്പുള്ളതായിരിക്കണം. കടുകുമണിയുടെ ഉറപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിന് ഉണ്ടാവണം. ഉറപ്പില്ലാത്ത വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കാറ്റടിച്ചാലും മഴ പെയ്താലും എല്ലാം ഞാൻ വീണു പോകും. ഒഴുക്കിനൊത്ത് നീന്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകും. ഒരിക്കലും ഒഴുക്കിനെതിരെ നീന്തുവാൻ എനിക്ക് പറ്റില്ല. വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലാത്ത ഒന്നായി മാറും. എനിക്ക് അർത്ഥമില്ലാത്ത ഒന്നായി മാറും. അപ്പോൾ ഞാൻ പയ്യെ ദേവാലയത്തിൽ നിന്ന് മാറും, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറും, വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ലാതെ വരും, സ്നേഹമില്ലാത്ത ഒരു വ്യക്തിയായി ഞാൻ മാറും. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ദാവീദ് രാജാവിൻ്റെ മരണത്തോട് അടുക്കുന്ന സമയം അദ്ദേഹം തൻ്റെ പുത്രനായ സോളമനെ വിളിച്ചിട്ട് പറയുകയാ. 2-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: മർത്യൻ്റെ പാതയിൽ ഞാനും പോകുന്നു, ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക എന്ന്, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റുക എന്നും ദാവീദ് സോളമനെ ഉപദേശിക്കുന്നതായി നാം കാണുന്നു. 4-ാമത്തെ വചനം: നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും, നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എൻ്റെ മുമ്പിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക എന്ന് വചനം എഴുതി വച്ചിരിക്കുന്നു. ദൈവത്തെ നിനക്ക് അനുസരിക്കണമെങ്കിൽ നീ ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കണം, ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റണമെന്ന് തമ്പുരാൻ ദാവീദിലൂടെ സോളമനെ ഉദ്ബോധിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. മരണത്തോടടുക്കുന്ന ഒരു പിതാവ് തൻ്റെ പുത്രന് കൈമാറുന്ന വലിയ പൈതൃകം, വലിയ ഒസ്യത്ത് എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ, മറ്റൊരു ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കാണണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ മരണത്തെ ഞാൻ ഭയപ്പെടാതിരിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ആഴപ്പെട്ടതായി മാറണം. മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമായ മരണത്തെ ഞാൻ നേരിടാൻ തയ്യാറാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിരാശ കടന്നു വരില്ല. വിശ്വാസം എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് എങ്കിൽ പല വ്യക്തികളുടെയും ജീവിതത്തിൽ മരണത്തോടടുത്ത് നിൽക്കുമ്പോൾ മരണത്തിന് വേണ്ടി, നല്ല മരണത്തിന് വേണ്ടി ഒരുക്കാനായി കടന്നു ചെല്ലുമ്പോൾ അവർ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്: മരിക്കാൻ എനിക്ക് ഭയമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, മരിക്കാൻ ഭയമാണെന്ന് പറഞ്ഞ് വേദനിക്കുന്ന അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ അവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു വിശ്വാസം നിധി നഷ്ടപ്പെട്ടു പോയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ തമ്പുരാൻ യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ വായിച്ച് കടന്നു പോകുമ്പോൾ ഈശോ പറയുകയാ: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, നിങ്ങളിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അത് ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്ന വാസസ്ഥലങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ
ഞാനും നിങ്ങളും മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്ന് ഇവിടെ ഈശോ വെളിപ്പെടുത്തുകയാണ്. വിശ്വാസം ആഴപ്പെടുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മരണത്തെ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം, അതാണ് ദാവീദ് രാജാവ് തൻ്റെ മകന് വേണ്ടി അവശേഷിപ്പിച്ച് വെച്ച പൈതൃകം. അദ്ദേഹം കൈമാറിയ സ്വത്തും അത് തന്നെയാണ്. വിശ്വാസം എന്ന പൈതൃകം ഒസ്യത്തായി എൻ്റെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. തമ്പുരാൻ എൻ്റെ ജീവിതത്തിൻ്റെ തോണിയിൽ വള്ളത്തിൽ കയറിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ വള്ളം ഒരിക്കലും ആടിയുലയുകയില്ല. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ വള്ളത്തിൽ കയറി പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. വ്യക്തിബന്ധങ്ങൾ അകന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, മക്കൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് കൊടുക്കുവാൻ നിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിൻ്റെ വിശ്വാസമായിരിക്കണം. നിൻ്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം നീ പകർന്നു കൊടുക്കാൻ നാം പാടാറുള്ളൊരു പാട്ട്, ഒരു തിരി ഒരു കുഞ്ഞു കൈത്തിരിയായി അത് പകർന്നു കൊടുക്കാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കൈത്തിരിയായി എൻ്റെ കയ്യിലിരിക്കുന്ന ആ തിരി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ ഇന്ന് ഈശോ നിന്നോട് പറയുന്ന ഈ കൈത്തിരി എന്ന് പറയുന്ന എൻ്റെ വിശ്വാസമാണ്. അത് നിൻ്റെ മക്കൾക്ക്, ഇരുട്ടിലായിരിക്കുന്ന മക്കൾക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പ്രകാശമാകുന്ന വിശ്വാസം നീ അവർക്ക് പകർന്നു കൊടുക്കണം. വലിയ ജ്ഞാനവും വിജ്ഞാനവും മക്കൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജീവിക്കുന്ന യേശു ഒരുക്കി വെച്ചിരിക്കുന്ന അനന്തരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവിധം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുവാൻ വിശ്വാസം അവന് കൈമുതലായി കൊടുക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന്, എന്തുമാത്രം ഞാൻ വിശ്വാസത്തിൽ ചരിക്കുന്നുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവൻ്റെ കൂടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട്. മർക്കോസ് 16:17 പറയുകയാണ്, വിശ്വസിക്കുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ കൂടെ ക്രിസ്തു ഉണ്ടെന്നതാണ് വലിയ സത്യം. ക്രിസ്തുവിൻ്റെ നാമത്തിലും അവൻ്റെ ശക്തിയിലും ആശ്രയിക്കുന്നവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അത്തരം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ദുഷ്ടശക്തികൾ ദുർബലമായി പോകും, തിന്മ പരാജയപ്പെട്ടു പോകും. വിശ്വാസിയുടെ കൂടെയുള്ളത് ക്രിസ്തു തന്നെയായ സത്യമാണ്. നിന്റെ സാന്നിധ്യം മറ്റ് വ്യക്തികളിൽ തിന്മയെ ഉപേക്ഷിക്കാൻ, തിന്മയെ മാറ്റിവെക്കാൻ, നീ ഒരു വാക്ക് പറയുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം വിശ്വാസത്തിൽ വളർന്നു കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ അടയാളമായ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയായി മാറുക. തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതികൂലങ്ങളിലും ജോബിനെ പോലെ ചർമ്മം അഴുകി ഇല്ലാതാകുമ്പോഴും തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ വിശ്വാസം നമ്മെ ശക്തിപ്പെടുത്തണം. ജോബ് 19:27 പറയുകയാ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ ദൈവത്തെ കാണുമെന്ന്. ആ ഒരു വലിയ വിശ്വാസം ഏത് പ്രതിസന്ധിയിലും നമ്മുടെ വിശ്വാസത്തിന് തിരി മങ്ങിക്കെടാതെ അത് സൂക്ഷിച്ച് ആളിക്കത്തിക്കാണ് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ഈശോ കരങ്ങളിൽ എടുത്തു വച്ചിരിക്കുന്ന വലിയ നിധിയാണ്, നിനക്ക് ദാനമായി നൽകിയ നിധിയാണ് നിൻ്റെ വിശ്വാസം. നീ കണ്ടുമുട്ടുന്നവർക്ക്, നിൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു കണിക പകർന്നു കൊടുക്കുവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ വിശ്വാസം ഉപേക്ഷിക്കാതെ അവൻ്റെ ചാരെ ഓടിയണയുവാൻ, ഗുരുവിൻ്റെ ചാരത്തിരുന്നുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, അവൻ്റെ ബലിപീഠത്തിൽ കൈയെത്തിപ്പിടിക്കുവാൻ, എന്നെ അനുഗ്രഹിക്കാൻ അവൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കുവാൻ തമ്പുരാനെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എല്ലാ മക്കളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ കുറവ് വന്നിരിക്കുന്ന അനേകം മക്കളെ അവിടുത്തെ വലിയ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിച്ച് വിശ്വാസം ആളിക്കത്തിക്കാൾ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കരുണയിലേക്ക്, അവിടുത്തെ വലിയ സ്നേഹത്തിലേക്ക്, തിരുമുറിവിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.